ഭക്തിയുടെ നിറവിൽ മാടായിക്കാവിൽ മകരപ്പൊങ്കാല. നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. മാടായി തിരുവർക്കാട്ടുകാവിൽ മകരപ്പൊങ്കാല സമർപ്പണം നടന്നു. മൊഗയ സമുദായത്തിൽപ്പെട്ടവരാണ് കലം കനിപ്പ് സമർപ്പണത്തിന് മാടായിക്കാവിലെത്തുന്നത്. മകരപ്പൊങ്കാല വളരെ വിശേഷമായിട്ടും അതിഗംഭീരമായിട്ടും നടത്താൻ തീരുമാനിച്ചു. എന്നുവെച്ചാൽ രാവിലെ ഭക്തജനങ്ങൾ മൺകലത്തിൽ ഉണങ്ങലരി നിവേദ്യത്തിന് കൊണ്ടുവരും. അത് ഉള്ളിൽ ചാന്തിക്കാർ നിവേദ്യം വെച്ച് ദേവിക്ക് അമ്മക്ക് നിവേദ്യം കൊടുക്കുന്ന അതാണ് മകരപ്പൊങ്കാല. അത് കൊണ്ടുപോയിട്ട് അവരവരുടെ വീട്ടിൽ പടിഞ്ഞിട്ടയിൽ വെച്ചിട്ട് അവരും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്. ഇവിടുന്ന് എന്താ വെച്ചാൽ ഇവിടുന്ന് മുൻകാലങ്ങളിൽ ഈ മാടായി ഈ ഭാഗത്തിലെ ഇവരായിരുന്നു ഇതിൻ്റെ അന്നേരം അവരെന്താ വെച്ചാൽ അവരുടെ അമ്മേൻ്റെ അടിമ എന്ന് വെച്ചാൽ മാടായിക്കാവിലെ അമ്മേൻ്റെ മക്കൾ എന്നുള്ളവർക്ക് അവർ വർഷത്തിൽ ഒരിക്കൽ വന്നിട്ട് അത് അമ്മേനെ ഇത് പുതുക്കിയിട്ട് പോകുന്നതാണ്. അടിമ മക്കൾ എന്ന് പറയുന്നത് അടിമാറും ശരിക്കും പറഞ്ഞാൽ അമ്മേനെ അറിയിക്കുന്നത് ഞാൻ ഇവിടെ വന്നു എല്ലാ അനുഗ്രഹങ്ങളും ഇതുണ്ടാവണമെന്ന് അറിയിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. നൂറ്റാണ്ട് പഴക്കമുള്ള ആചാരമാണിത്. ഒട്ടേറെ പേരാണ് പൊങ്കാല സമർപ്പണത്തിനെത്തിയത്. പുത്തൻ കലത്തിൽ അരിയും ശർക്കരയുമായി എത്തിയവർ ദേവിക്ക് നിവേദ്യം അർപ്പിക്കും. പ്രത്യേക പൂജയ്ക്കൊടുവിൽ ക്ഷേത്രത്തിനകത്ത് പാകം ചെയ്ത നിവേദ്യം ഭക്തർക്ക് നൽകും. മാടായിക്കാവിന്റെ സമീപത്ത് താമസിച്ചിരുന്ന മൊഗയ സമുദായക്കാരാണ് പിന്നീട് കാഞ്ഞങ്ങാട് മുതൽ കുഞ്ഞിമംഗലം വരെ ഭാഗങ്ങളിൽ താമസമാക്കിയത്. മകരം 9-ാം തീയതി എപ്പോഴും വരുന്നതാണ്. അന്നേരം പിന്നെ നമ്മളെ ഇവിടുത്തെ ഒരു അടിമ സ്ഥലമാണ് മാടായിക്കാവിൽ വെച്ച്. നമ്മളെ മുട്ടോമാറ് ഒരു അടിമ സ്ഥലത്ത് കാരക്കടോമാറ് മാടായിക്കാറ് അവരെല്ലാം ഒരു അടിമ സ്ഥലമാണ്. അങ്ങനെ ഒരു കടവത്ത് തറവാട് അംഗങ്ങളാണ് മകരപ്പൊങ്കാല കലങ്കനിപ്പിനെത്തുന്നവർക്ക് കുടിവെള്ളം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.